കൊല്ലം UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചെന്ന പരാതിയുമായി കോൺഗ്രസ്. CPIM ജില്ലാ നേതാക്കളുമായി RSP കൊല്ലം സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കൊട്ടിക്കലാശത്തിന് തലേന്ന് രാത്രിയിലായിരുന്നു കൂടിക്കാഴ്ച. കൊല്ലത്ത് UDFന്റെ വോട്ട് മറിക്കാൻ CPIMുമായി RSP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ പരാതി. CPIM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൌത്ത് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആക്ഷേപം. കൊട്ടിക്കലാശത്തിന് തലേദിവസം രാത്രി കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച. നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതിനാൽ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞെന്ന് കോൺഗ്രസ് നേതൃത്വം. RSPക്ക് അകത്തുപെട്ട 3-4 പേര് അല്ലെങ്കിൽ 5-6 പേരാണ് ഇത്തരത്തിലൊരു ഡീല് CPIMുമായിട്ട് നടത്തിയത്. അതിന് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സംശയമുള്ളതുകൊണ്ട് വ്യക്തമായ നിലയിൽ ചില ആളുകളെ നമ്മൾ ഇതിൻ്റെ സ്പൈ വർക്കിനായിട്ട് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് ഈ സംഭവിച്ച ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് തേടുക മാത്രമാണെന്നും അത് താൻ ചെയ്തെന്നും ബിന്ദു കൃഷ്ണ. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. RSPയുടെ തൊഴിലാളി സംഘടന UTUCയുടെ ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് RSP പ്രാദേശിക നേതാക്കൾ CPIMുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സംശയവും കോൺഗ്രസ് ഉയർത്തുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.